ഏത് ക്രൈം നടന്നാലും എത്ര ഫുൾ പ്രൂഫായി ആസൂത്രണം ചെയ്താലും അത് ചെയ്തവർ തന്നെ ഒരു അടയാളം, ഒരു കാൽപ്പാട് ശ്രദ്ധിക്കാതെ വിട്ടുപോകും. അത് അവർക്ക് തന്നെ പിന്നീട് വിനയായി തീരുകയും ചെയ്യും. അതൊരു അജ്ഞാത രഹസ്യമാണ്, ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന രഹസ്യം. അങ്ങനെ ഒരു അടയാളം, ഒരു തെളിവ് ഈ കേസിലും തേച്ചു മായ്ക്കപ്പെടാതെ കിടപ്പുണ്ട്. ദ ട്രൂത്ത് എന്ന സിനിമയിലെ ക്ലൈമാക്സിന്റെ ഭാഗമായ ഒരു രംഗമാണ് നാം ഇപ്പോൾ കണ്ടത്. ഈ സീനിൽ മമ്മൂട്ടി പറയുമ്പോൾ ഒരു തെളിവ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ 8ാം പ്രതി ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ മെനഞ്ഞെടുത്ത തെളിവല്ല, അവർ അന്വേഷിച്ച് കണ്ടെത്തിയ തെളിവല്ല, 8ാം പ്രതി അങ്ങോട്ട് കൊണ്ടുകൊടുത്ത തെളിവ്. 8ാം പ്രതിയെ ജീവിതകാലം മുഴുവൻ അഴിക്കുള്ളിലാക്കാൻ പോന്ന വിധമുള്ള ഒരു തെളിവ്. 1714 പേജുള്ള വിധിന്യായത്തിൽ നിർണായകമായ ഈ തെളിവ് എങ്ങനെ തള്ളിക്കളഞ്ഞു എന്നാണ് നാം ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ ആ മെമ്മറി കാർഡ് ഉണ്ടല്ലോ, അത് ലക്ഷ്യയിൽ എത്തിച്ചു എന്നാണ് പൾസർ സുനിയുടെ മൊഴി. പക്ഷെ അത് കണ്ടെടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പ്രൈമറി എവിഡൻസ് ആണ്, അത് ലഭ്യമായിട്ടില്ല. എന്നാൽ ആ മെമ്മറി കാർഡിലുള്ള ദൃശ്യങ്ങൾ 8ാം പ്രതിയുടെ കൈവശമുണ്ടെന്നും 8ാം പ്രതിയും കൂട്ടരും അത് കണ്ടിട്ടുണ്ട് എന്നും തെളിയിക്കുന്ന മറ്റൊരു രേഖയുണ്ടെങ്കിലോ? ഗൂഢാലോചന, കൊട്ടേഷൻ കൊടുക്കൽ തുടങ്ങി സകല ചെയിൻ ഓഫ് ആക്ഷനുകളും ആ ഒരൊറ്റ രേഖയിൽ തെളിയും. അങ്ങനെ ഒരു രേഖ ഈ കേസിലുണ്ടോ? ആ രേഖ കോടതി ബോധപൂർവം അവഗണിച്ചോ? നമുക്ക് പരിശോധിക്കാം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിന്യായത്തിന്റെ 833ാം ഖണ്ഡികയിൽ ഒരു സാക്ഷിയുടെ തെളിവിന് ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ആ വാചകം ഇങ്ങനെയാണ്: ഓൺ എ പെരൂസൽ ഓഫ് ദി എവിഡൻസ് ഓഫ് PW 228, though he stated that the images were not written during the inspection of contents, his evidence lacks clarity. Evidence of PW 228 lacks clarity. ഒരു സാക്ഷിയുടെ തെളിവിൽ വ്യക്തതയില്ല. ഇതാണ് കോടതിയുടെ നിരീക്ഷണം. ഈ തെളിവിന് വ്യക്തത ഉണ്ടായിരുന്നെങ്കിലോ? അതൊരു ചോദ്യമാണ്. അതിനേക്കാൾ പ്രധാനമാണ് മറ്റൊരു ചോദ്യം: വ്യക്തത ഉണ്ടായിരുന്നിട്ടും വ്യക്തത ഇല്ലെന്ന് ബോധപൂർവം പറഞ്ഞിട്ടുണ്ടോ? ആരാണ് ഈ PW 228? വ്യക്തതയില്ല എന്ന് കോടതി കണ്ടെത്തിയ ആ തെളിവ്, മൊഴി എന്താണ്? ഈ കേസിൽ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ട വിശദാംശങ്ങൾ ഞങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നില്ല. ബാലചന്ദ്രകുമാർ എന്ന സാക്ഷിയുടെ വെളിപ്പെടുത്തലുകളെ തുടർന്ന് 8ാം പ്രതി ദിലീപിന്റെയും കൂട്ടരുടെയും ഫോണുകൾ ഹാജരാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് അറിയാമല്ലോ. അവിടെ മുതലാണ് ഞങ്ങൾ ഈ കഥ തുടങ്ങുന്നത്. 2022 ജനുവരി 31-നാണ് ഇപ്പറഞ്ഞ ഫോണുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കപ്പെട്ടത്. അതിന്റെ തൊട്ടു തലേന്ന് മുംബൈയിലെ ഒരു ലാബിൽ വെച്ച് ഈ ഫോണുകളിൽ നിന്ന് കുറേയേറെ ഡാറ്റ വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം ഡിലീറ്റ് ചെയ്തിരുന്നുവെന്നും വലിയ തോതിൽ ഡാറ്റ ഈ ഫോണിലേക്ക് ഓവർ റൈറ്റ് ചെയ്തുവെന്നും പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. അങ്ങനെ തങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള എല്ലാ വിവരങ്ങളും ആ ഫോണുകളിൽ നിന്ന് നശിപ്പിച്ച ശേഷമാണ് ഫോണുകൾ ഹൈക്കോടതിയിൽ സറണ്ടർ ചെയ്തത് എന്നാണ് പ്രോസിക്യൂഷന്റെ ആരോപണം. അങ്ങനെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ആ ഫോണുകൾ പ്രോസിക്യൂഷൻ പിന്നീട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ആ കൂട്ടത്തിൽ ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണും ഉണ്ടായിരുന്നു. ആ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടാത്ത 4 ഇമേജുകൾ അന്വേഷണ സംഘത്തിന് കിട്ടി. മെമ്മറി കാർഡ് വീണ്ടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കൃത്യം നടന്ന മാസങ്ങൾക്കകം പ്രതി കണ്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന നിർണായകമായ രേഖയാണ് ഈ 4 ഇമേജുകൾ. ഈ ഇമേജുകൾ ഗൂഗിൾ ഫോട്ടോയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫോൺ മെമ്മറിയിൽ നിന്ന് അവ ഡിലീറ്റ് ചെയ്യാൻ അത് ചെയ്തവർ മറന്നുപോയി. അവിടെ അങ്ങനെ ആ സൂപ്പർ താര ഡയലോഗ് അച്ചട്ടായി. എത്ര ഫുൾ പ്രൂഫായി ആസൂത്രണം ചെയ്താലും അത് ചെയ്തവർ തന്നെ ഒരു അടയാളം, ഒരു കാൽപ്പാട് ശ്രദ്ധിക്കാതെ വിട്ടുപോകും. അത് അവർക്ക് തന്നെ പിന്നീട് വിനയായി തീരുകയും ചെയ്യും. 2017 ഫെബ്രുവരി 17-ന് നടിയെ ആക്രമിച്ച് പൾസർ സുനി പകർത്തിയ ആ ദൃശ്യങ്ങളുടെ ഫയൽ നമ്പർ സഹിതം, ആ ദൃശ്യങ്ങളുടെ സെക്കൻഡ് ബൈ സെക്കൻഡ്, ഫ്രെയിം ബൈ ഫ്രെയിം, ഡയലോഗ് ബൈ ഡയലോഗ്, ഓഡിയോ വിഷ്വൽ ഡിസ്ക്രിപ്ഷന്റെ 4 ഇമേജുകളാണ് അനൂപിന്റെ ഫോണിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കിട്ടിയത്. 4 ഫോട്ടോകൾ. അവിടെ ആ സ്മാർട്ട് ഫോൺ 8ാം പ്രതിയെയും സംഘത്തെയും ചതിച്ചു. ഫോണിലെ ക്യാമറ സെറ്റിംഗ്സിൽ സേവ് ലൊക്കേഷൻ, ലൊക്കേഷൻ ടാഗ്സ്, GPS ടാഗ്സ് എന്നൊക്കെ കാണും. ഇതിലേതോ ആ ഫോണിൽ ഓൺ ചെയ്തിട്ടിരുന്നു. അതുകൊണ്ട് ആ ഫോട്ടോയ്ക്കൊപ്പം ഫോട്ടോയുടെ ജിയോ ടാഗ് പതിഞ്ഞു. എവിടെ വെച്ചാണ്, എപ്പോഴാണ് എടുത്തത് എന്ന കൃത്യമായ ലൊക്കേഷൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടി. 2017 ഡിസംബർ 30-ന് രാവിലെ 11:38-ന് 8ാം പ്രതി ദിലീപിന്റെ വീടായ പത്മസരോവരത്തിൽ വെച്ച് എടുത്ത ഫോട്ടോകളാണവ. അതായത് പ്രൈമറി എവിഡൻസ് ആയ മെമ്മറി കാർഡ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ പ്രൈമറി എവിഡൻസിലുള്ള ദൃശ്യങ്ങളുടെ ഓഡിയോ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ കൃത്യം നടന്ന ഏതാനും മാസങ്ങൾക്കകം 8ാം പ്രതി ദിലീപിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് സംശയാതീതമായി തെളിയിക്കുന്ന രേഖയാണ് നാം നേരത്തെ കേട്ട ആ സൂപ്പർ താര ഡയലോഗിൽ പറഞ്ഞതുപോലെ ഏതോ ഒരു അദൃശ്യ ശക്തി പ്രോസിക്യൂഷനെ ഏൽപ്പിച്ചത്. ആ രേഖ പത്മസരോവരം എന്ന 8ാം പ്രതിയുടെ വീട്ടിൽ കൊണ്ടുവച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരല്ല,
ബി സന്ധ്യ IPS ബൈജു പൗലോസോ അല്ല, മഞ്ജു വാര്യരോ ശ്രീകുമാർ മേനോനോ അല്ല. അനൂപിന്റെ ഫോട്ടോയിൽ പതിഞ്ഞ ആ ഡോക്യുമെന്റ് 8ാം പ്രതിയുടെ വീട്ടിൽ എങ്ങനെ വന്നു? വിശദീകരിക്കേണ്ടത് 8ാം പ്രതിയാണ്. ഇത് സംബന്ധിച്ച് എന്താണ് പ്രതിഭാഗത്തിന്റെ വിശദീകരണം? ആ വിശദീകരണം മറ്റൊരു നാടകത്തിന്റെ കൂടി ചുരുളഴിക്കും. 2017 ഡിസംബർ 15, അതായത് അനൂപ് പത്മസരോവരത്തിൽ വെച്ച് ഈ ഫോട്ടോകൾ എടുക്കുന്നതിന് 15 ദിവസം മുമ്പ് 8ാം പ്രതിയും അഭിഭാഷകരും അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അവിടെ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ 8ാം പ്രതിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഫിലിപ്പ് ടി വർഗീസ് ആ ദൃശ്യങ്ങളുടെ വിശദീകരണം സ്വന്തം കൈപ്പടയിൽ കുറിച്ചെടുത്തിരുന്നുവെന്നും ഈ കുറിപ്പിന്റെ DTP കോപ്പിയാണ് താൻ ഫോട്ടോ എടുത്തത് എന്നുമാണ് അനൂപിന്റെ വാദം. ഈ മെമ്മറി കാർഡിലെ വിഷ്വലുകൾ തങ്ങൾക്ക് തരണമെന്നാവശ്യപ്പെട്ട് 8ാം പ്രതിയും സംഘവും സുപ്രീം കോടതി വരെ പോയിരുന്നു. എന്നാൽ ദൃശ്യങ്ങൾ നൽകാൻ കഴിയില്ല, കോടതിയുടെ അനുമതിയോടെ അവ കാണാൻ അനുവദിക്കാം എന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. ആ വിധി അനുസരിച്ച് നിയമപരമായി 8ാം പ്രതിയും സംഘവും ഈ ദൃശ്യങ്ങൾ കണ്ടത് 2019 ഡിസംബർ 19 മാത്രമാണ്. അത് കാണാൻ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്ന 8ാം പ്രതിക്കും സംഘത്തിനും എങ്ങനെ ഈ ദൃശ്യങ്ങൾ കാണാൻ 2017 ഡിസംബർ 15 അനുമതി കിട്ടി? അതാരാണ് ആ അനുവാദം നൽകിയത്? അങ്ങനെ പ്രതിക്ക് അനുവാദത്തിന്റെ ആവശ്യമൊന്നും അന്നുണ്ടായിരുന്നില്ല. അന്നേ ദിവസം 8ാം പ്രതിയും അഭിഭാഷകരും നേരെ അങ്കമാലി മജിസ്ട്രേറ്റിനെ സമീപിക്കുന്നു. ആ വിഷ്വലുകൾ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നു. അതിനെന്താ എന്ന് മജിസ്ട്രേറ്റ് മറുപടി പറയുന്നു. ലാപ്ടോപ്പും പെൻഡ്രൈവും അടുപ്പിക്കുന്നു. ഒരു APPയുടെ സാന്നിധ്യത്തിൽ 8ാം പ്രതിയും അഭിഭാഷക സംഘവും ആ വിഷ്വലുകൾ കാണുന്നു. അക്കാര്യം അതിജീവിതയെ അറിയിച്ചിട്ടില്ല, പ്രോസിക്യൂഷനെ അറിയിച്ചിട്ടില്ല, അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടില്ല. ആ ദൃശ്യങ്ങൾ കാണാൻ തനിക്ക് അനുമതി വേണമെന്ന് ഔദ്യോഗികമായി 8ാം പ്രതി കോടതിക്ക് അപേക്ഷ നൽകിയിട്ടില്ല. ഇക്കാര്യം സംബന്ധിച്ച് മുൻകൂട്ടി കോടതി ഒരു പ്രൊസീഡിംഗ്സും ഇറക്കിയിട്ടുമില്ല. 8ാം പ്രതി ഒരു ദിവസം കുറച്ച് ആളുകളെയും കൂട്ടി കോടതിയിൽ ചെന്നു. ആ ദൃശ്യങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെട്ടു. കോടതി കാണിച്ചും കൊടുത്തു. ഈ സംഭവത്തെക്കുറിച്ച് പ്രോസിക്യൂഷന്റെ അതിശക്തമായ എതിർപ്പ് കോടതി വിധിയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതി നടപടികളെ തന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ആടിക്കളിപ്പിക്കാനുള്ള 8ാം പ്രതിയുടെ സ്വാധീനത്തിന്റെയും കഴിവിന്റെയും ഉദാഹരണമാണ് അങ്കമാലി കോടതിയിൽ നടന്ന ഈ നടപടി എന്നാണ് അതിരൂക്ഷമായ ഭാഷയിൽ പ്രോസിക്യൂഷൻ വിമർശിക്കുന്നത്. ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 19/12/2019 സുപ്രീം കോടതിയുടെ അനുമതിയോടെ ഈ വിഷ്വലുകൾ കാണുമ്പോൾ കുറേയേറെ മുൻകരുതലുകൾ അവിടെ ഒരുക്കിയിരുന്നു. പ്രതിക്കൊപ്പം വരുന്ന അഭിഭാഷകരുടെ പേര് വിവരം 18/12/2019 കോടതിയെ അറിയിക്കണമെന്ന് നിബന്ധനയുണ്ടായിരുന്നു. പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും ഉണ്ടായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. അന്നേ ദിവസം പ്രതിയും സംഘവും ഈ വിഷ്വലുകൾ കാണുമ്പോൾ ആ വിഷ്വലുകൾ പ്രദർശിപ്പിച്ച മുറിയുടെ ജനലുകളും വാതിലുകളും പൂർണ്ണമായും അടച്ചു ഭദ്രമാക്കിയിരുന്നു. റെക്കോർഡ് ചെയ്യാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു ഡിവൈസ് കടത്തുന്നത് തടയാൻ മെറ്റൽ ഡിറ്റക്ടർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇപ്പറഞ്ഞ ഒരു മുൻകരുതലും എടുക്കാതെയാണ് 2017 ഡിസംബർ 15 അന്നത്തെ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ഈ ദൃശ്യങ്ങൾ കാണാൻ 8ാം പ്രതിയെയും അഭിഭാഷകരെയും അനുവദിച്ചത്. അടുത്ത ചോദ്യം, അന്ന് 2017 ഡിസംബർ 15 അങ്കമാലി കോടതിയിൽ വെച്ച് ഈ ദൃശ്യങ്ങളുടെ ഓഡിയോ വിഷ്വൽ ഡോക്യുമെന്റ് തയ്യാറാക്കിയിരുന്നോ? അതിന് കഴിയുമായിരുന്നോ? അന്ന് പ്രതിഭാഗം അഭിഭാഷകരുടെ സംഘത്തിലുണ്ടായിരുന്ന അഡ്വക്കേറ്റ് ഫിലിപ്പ് ടി വർഗീസ് ഈ വീഡിയോകൾ കണ്ടുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ കുറിച്ചെടുത്തിരുന്നു എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. അങ്ങനെ 1 മണിക്കൂർ കോടതിയിലിരുന്ന് ഇത്ര പെർഫെക്റ്റ് ആയി ഈ ഡോക്യുമെന്റ് കുറിച്ചെടുക്കാൻ കഴിയുമോ? അത് മനുഷ്യ സാധ്യമാണോ? ഫോറൻസിക് വിദഗ്ധർ ഈ സംശയത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആ വിഷ്വലുകളിലെ ശബ്ദങ്ങൾ മാത്രം ട്രാൻസ്ക്രൈബ് ചെയ്യാൻ ലാബിന്റെ സൗകര്യം ഉണ്ടെങ്കിൽ തന്നെ 48 മണിക്കൂറിലേറെ വേണം. നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളുടെ 8 ഫയലുകളുണ്ട്. ഈ 8 ഫയലുകളുടെയും ഓഡിയോ വിഷ്വൽ ട്രാൻസ്ക്രിപ്ഷൻ ഫോറൻസിക് വിദഗ്ധർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനേക്കാൾ പക്കയായ ഡോക്യുമെന്റ് ആണ് അനൂപിന്റെ ഫോണിൽ കണ്ട ആ ഇമേജുകളിൽ ഉള്ളത്. സമാന ഡോക്യുമെന്റ് തയ്യാറാക്കിയ വിദഗ്ധർ പറയുന്നു, വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒഴിവാക്കി ശബ്ദം മാത്രം, ഓഡിയോ ഡിസ്ക്രിപ്റ്റ് മാത്രം ഇതുമാതിരി തയ്യാറാക്കാൻ ഒരു ലാബിന്റെ സഹായം ഉണ്ടെങ്കിൽ 48 മണിക്കൂർ വേണമെന്ന്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഓഡിയോ എൻഹാൻസ് ചെയ്യാൻ സൗകര്യമുള്ള ലാബില്ല. നഗരമധ്യത്തിലാണ് ആ കോടതി. വാഹനങ്ങളും മനുഷ്യരും ഉണ്ടാക്കുന്ന ശബ്ദ കോലാഹലങ്ങൾക്ക് നടുവിലിരുന്നാണ് അഭിഭാഷക സംഘം ആ വിഷ്വലുകൾ കണ്ടത്. അതും കഷ്ടിച്ച് 1 മണിക്കൂർ അവിടെ ഇരുന്ന് ആ വിഷ്വലുകളുടെ ഓഡിയോ വിഷ്വൽ ഡോക്യുമെന്റേഷൻ വെള്ള പേപ്പറിൽ കുറിച്ചെടുത്തു എന്ന് പറയുന്നത് പച്ച കള്ളമാണെന്ന് ആർക്കും മനസ്സിലാകും. ഇവിടെയാണ് നാം നേരത്തെ പറഞ്ഞ PW 228 എന്ന സാക്ഷിയുടെ
പ്രാധാന്യവും പ്രസക്തിയും. നടിയെ ആക്രമിച്ച് പൾസർ സുനി ചിത്രീകരിച്ച ആ ദൃശ്യങ്ങൾ 8-ാം പ്രതിയും സംഘവും 2017 ഡിസംബർ 15 അങ്കമാലി കോടതിയിലിരുന്ന് കണ്ട ആ സംഭവത്തിന്റെ ഏക ദൃക്സാക്ഷി APP ആയിരുന്ന അഡ്വക്കേറ്റ് പ്രസൂൺ ബെന്നി. കോടതിയിലിരുന്ന് ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അഡ്വക്കേറ്റ് ഫിലിപ്പ് ടി വർഗീസ് അതിന്റെ ഡിസ്ക്രിപ്ഷനും എഴുതിയെടുത്തിരുന്നോ എന്ന് പറയാൻ കഴിയുന്ന ഒരേ ഒരു സാക്ഷി 2023 ജനുവരി 19 ഈ സാക്ഷിയെ വിസ്തരിച്ചത്. അദ്ദേഹത്തിന്റെ മൊഴി ന്യൂസ് ബുള്ളറ്റ് കേരള സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിൽ നിന്ന് സംഘടിപ്പിച്ചു. അതാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എക്സിബിറ്റ് P468 എന്ന തെളിവ്, അതാണ് അനൂപിന്റെ കയ്യിൽ നിന്ന് ലഭിച്ച ഡോക്യുമെന്റിന്റെ ഇമേജ്. ആ ഇമേജ് ലാപ്ടോപ്പിൽ സാക്ഷിയെ പ്രോസിക്യൂഷൻ കാണിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഈ കാണുന്ന രേഖകളിൽ കാണുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് എഴുതിയിരുന്നോ? സാക്ഷിയുടെ ഉത്തരം ഇങ്ങനെ: എന്നെ ഇപ്പോൾ കാണിച്ച ഫോട്ടോസ് കുറെ ഫയൽ നെയിമിന്റെ പേരും ഡീറ്റെയിൽസും എഴുതിയിരിക്കുന്നതാണ്. ഓരോ ഫയലും കണ്ട കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്രകാരം അവിടെ വെച്ച് എഴുതാൻ സാധ്യതയില്ല, പറ്റത്തില്ല. ഈ സാധ്യതയില്ല, പറ്റത്തില്ല എന്നീ 2 വാക്കുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ ഒന്ന് മനസ്സിൽ നോട്ട് ചെയ്തു വെക്കണം. ഇപ്രകാരം ഒരു ഓഡിയോ വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ അവിടെ വെച്ച്, അതായത് ആ കോടതി മുറിയിൽ വെച്ച് അപ്പോൾ എഴുതിയിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല, പറ്റത്തില്ല എന്ന് അറുത്തുമുറിച്ച് PW228 മൊഴി നൽകി. പ്രോസിക്യൂഷന്റെ അടുത്ത ചോദ്യം, എന്താണ് അങ്ങനെ പറയാൻ കാരണം? മറുപടിയുടെ ആദ്യ വാചകം, കാണുന്ന കാഴ്ചകൾ എഴുതിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് വീഡിയോ ഡിസ്ക്രിപ്ഷൻ എഴുതിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാണ് സാക്ഷി പറയുന്നത്. അവിടെ വെച്ച് ഫിലിപ്പ് സാർ ശബ്ദത്തിന് വേണ്ടിയാണ് എന്നോട് ചോദിച്ചത്. ഇത്ര ഡീറ്റെയിൽസ് അവിടെ വെച്ച് എഴുതിയിട്ടില്ല. ഫയൽ നെയിം ഇതിൽ എഴുതിയിരിക്കുന്നതായി കാണുന്നു, അത് അവിടെ വെച്ച് എഴുതിയിട്ടില്ല. ഈ സാക്ഷിയെ പ്രതിഭാഗവും വിസ്തരിച്ചു. പ്രതിഭാഗത്തിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ സാക്ഷി തറപ്പിച്ചു പറഞ്ഞത്, ഒന്ന്, വിഷ്വൽസിലെ ഫയൽ നെയിം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല, അവർ എഴുതിയിട്ടില്ല, താൻ പറയാതെ അവർക്ക് എഴുതിയെടുക്കാൻ കഴിയില്ല. അഡ്വക്കേറ്റ് ഫിലിപ്പ് എത്ര ഷീറ്റ് അവിടെ വെച്ച് എഴുതി എന്ന് പ്രതിഭാഗം ചോദിച്ചു. ഒരു പേപ്പറിന്റെ പകുതി വരെ എന്ന് വ്യക്തമായ മറുപടി. അവിടെ വെച്ച് ഫിലിപ്പ് സാറ് ശബ്ദത്തിന് വേണ്ടിയാണ് എന്നോട് ചോദിച്ചത് എന്ന് പ്രോസിക്യൂഷൻ ചോദ്യത്തോട് സാക്ഷി പ്രതികരിച്ചിരുന്നു. അക്കാര്യത്തിൽ പ്രതിഭാഗം തങ്ങളുടെ വിസ്താരത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഫിലിപ്പ് പലതവണ കോടതിയിൽ കേട്ട ഒരു വാക്ക് വ്യക്തമല്ല എന്ന് പറഞ്ഞത് ഹെഡ്സെറ്റ് സാക്ഷിക്ക് കൂടി കൈമാറി ഒന്ന് കേട്ടു നോക്കാൻ പറഞ്ഞു. അതാണ് ശബ്ദത്തിന് വേണ്ടി ചോദിച്ചു എന്ന് പറഞ്ഞത്. ഇക്കാര്യം എടുത്തു പറയാൻ കാരണമുണ്ട്, അത് പിന്നാലെ പറയാം. 1/2 പേജ് എഴുതിയിട്ടുള്ളൂ എന്ന് മൊഴി നൽകിയപ്പോൾ പ്രതിഭാഗത്തിന്റെ തുടർ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഒരു പേപ്പറിന്റെ പകുതി എന്ന് പറയുന്നത് കളവല്ലേ? 5-6 പേപ്പർ എഴുതിയിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നാണ് സാക്ഷിയുടെ അറുത്തുമുറിച്ച മറുപടി. ഇനി പ്രതിഭാഗത്തിന്റെ വിചിത്രമായ മറ്റൊരു ചോദ്യവും അതിന് നൽകിയ ഉത്തരവും കാണാം. ചോദ്യം ഇങ്ങനെ: വിഷ്വൽ കണ്ട സമയത്ത് അഡ്വക്കേറ്റ് ഫിലിപ്പ് കണ്ട കാര്യങ്ങൾ പിന്നീട് ഓഫീസിലിരുന്ന് ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്തും മലയാളത്തിലുള്ള കാര്യങ്ങൾ എഴുതിച്ചും തയ്യാറാക്കിയ രേഖയാണിതെന്ന് പറഞ്ഞാൽ? ആ ചോദ്യത്തിന് എനിക്കറിയില്ല എന്നാണ് സാക്ഷിയുടെ മറുപടി. സത്യത്തിൽ എന്താണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി? നമുക്കത് ഒരു പിടിയും കിട്ടില്ല. കാരണം അഡ്വക്കേറ്റ് ഫിലിപ്പ് കണ്ട കാര്യങ്ങൾ ഓർമ്മിച്ചു വെച്ചെന്നോ അത് പിന്നീട് ഓഫീസിൽ ചെന്നിരുന്ന് എഴുതിയെന്നോ പറയാൻ അഡ്വക്കേറ്റ് പ്രസൂൺ ബെന്നിക്ക് ഒരു കാരണവശാലും കഴിയില്ല. എന്നാൽ ഈ എക്സിബിറ്റിനെ ഇങ്ങനെയാണ് വിശകലനം ചെയ്യേണ്ടത് എന്ന കൃത്യമായ ക്ലൂ കൊടുക്കലായിരുന്നു ഈ ചോദ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പ്രതിഭാഗം വാദിക്കുന്നത് പോലെ അങ്ങനെ ഓർത്തു വെച്ച് ഓഫീസിൽ ചെന്നിരുന്ന് ആ ഓഡിയോ വീഡിയോ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ സാധ്യതയില്ല, പറ്റത്തില്ലെന്നാണ് പ്രോസിക്യൂഷൻ വിസ്താരത്തിൽ PW228 എന്ന സാക്ഷി കൃത്യമായി പറഞ്ഞത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. നടിയെ ആക്രമിച്ച് ചിത്രീകരിച്ച 8 വിഷ്വലുകളിൽ ഒരു ഫയലിന്റെ പേര് നോക്കൂ. കോടതി വിധിയിലുള്ളതാണ്. BID 201712723055.mp4. ഇതുപോലെ 8 ഫയലുകളുടെ പേരുകൾ അഡ്വക്കേറ്റ് ഫിലിപ്പ് ഓർത്ത് വെച്ച് ഓഫീസിൽ ചെന്ന് ഓർത്തെടുത്ത് എഴുതിയത്രേ. ഭാഭാബായും ബാന്ദ്രയും ഒക്കെ കണ്ട് കൈയടിക്കുന്നവർ ഇതൊക്കെ വിശ്വസിച്ചേക്കാം. അല്ലാത്തവർക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, യുവർ ഓണർ. അഡ്വക്കേറ്റ് പ്രസൂൺ ബിന്നി എന്ന 228-ാം സാക്ഷിയുടെ മൊഴിയാണ് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് കോടതി തള്ളിയത്. അതിന് പറഞ്ഞ കാരണങ്ങളാണ് നാം ഇനി പരിശോധിക്കുന്നത്. വിധിയുടെ 833-ാം ഖണ്ഡിക നമുക്ക് തുടർന്ന് വായിക്കാം. ആ ഖണ്ഡികയുടെ തുടക്കത്തിലാണ് സാക്ഷിമൊഴിക്ക് ക്ലാരിറ്റി ഇല്ല എന്ന് വിചാരണ കോടതി ജഡ്ജി പറയുന്നത്. ബാക്കി ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ഹി ഏർലിയർ ഡിപ്പോസ്ഡ്. ആ ഏർലിയർ എന്ന വാക്ക് ഇവിടെ ഒന്ന് ഓർമ്മിച്ചു വെക്കണം. ദാറ്റ് there is no chance for preparing the notes during the examination of contents. He also admitted that the images appears to be containing the details of the inspection of visuals. Then PW228 changed his version. ആ നേരത്തെ പറഞ്ഞ earlier എന്ന വാക്ക് ഓർമ്മിച്ചു വയ്ക്കുക. ഇപ്പൊ പറയുന്നു then PW228 changed his version that it is impossible to prepare those details.
ഏർലിയർ ഹി ഡിപ്പോസ്ഡ് ദെൻ ഹി ചേഞ്ച്ഡ്. ഈ രണ്ട് വ്യാഖ്യാനങ്ങളുടെ പഴുതുണ്ടാക്കിയാണ് ഈ മൊഴിക്ക് ക്ലാരിറ്റി ഇല്ല എന്ന് വിചാരണ കോടതി വിധി പറയുന്നത്. നേരത്തെ പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരാൾ ഒരു മൊഴി നൽകുന്നു, ഒരു കുറിപ്പ് തയ്യാറാക്കിയതിനെ കുറിച്ചാണ് മൊഴി. ആ മൊഴിയുടെ ഒരു ഭാഗത്ത് കുറിപ്പ് തയ്യാറാക്കാൻ സാധ്യതയില്ല എന്ന് സാക്ഷി മൊഴി പറയുന്നു. എന്നാൽ പിന്നീട് അത്തരം വിശദാംശങ്ങൾ തയ്യാറാക്കുക എന്നത് അസാധ്യമാണെന്ന് പറഞ്ഞ് സാക്ഷി തന്റെ മൊഴി മാറ്റി. ഇതാണ് ജഡ്ജിയുടെ വാചകങ്ങളിൽ നിന്ന് സാധാരണക്കാരായ നാം മനസ്സിലാക്കുന്ന ഭാഗം. യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ സാക്ഷി പറഞ്ഞത്? നമുക്ക് മൊഴിയുടെ ആ ഭാഗം ഒന്നുകൂടി കാണാം. ഇതാണ് സാക്ഷി പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം അവിടെ വെച്ച് എഴുതാൻ സാധ്യതയില്ല, പറ്റത്തില്ല. ലളിതമാണ്, കൃത്യമാണ് മറുപടി. ലാപ്ടോപ്പിൽ തന്നെ കാണിച്ച രേഖയിൽ എഴുതിയിരിക്കുന്നത് മാതിരി ഒരു നോട്ട് ആ ഫയൽ കാണുന്ന സമയത്ത്, ആ വിഷ്വൽ കാണുന്ന സമയത്ത് എഴുതാൻ സാധ്യതയില്ല, പറ്റത്തില്ല എന്ന് ഒരേ വാചകത്തിൽ അടുത്തടുത്ത് തുടർച്ചയായി സാക്ഷി പറഞ്ഞ വാക്കുകളാണ്. അനൂപിന്റെ ഫോണിലെ ഇമേജിൽ കാണുന്നത് പോലെ വിശദമായ ഒരു ഡോക്യുമെന്റ് ആ കോടതിയിലിരുന്ന് ആ സമയത്ത് തയ്യാറാക്കുക മനുഷ്യ സാധ്യമല്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നതാണ് സാധ്യതയില്ല, പറ്റത്തില്ല എന്നീ രണ്ട് വാക്കുകൾ. ആ വാക്കുകൾക്കിടയിൽ കോടതി ഒരു മതിൽ പണിയുന്നു. മതിലിന്റെ ഇപ്പുറത്ത് സാധ്യതയില്ല എന്ന ഒരു വാക്ക്, മതിലിന്റെ അപ്പുറത്ത് സാധ്യതയില്ല എന്നത് മാറ്റി പറയുന്ന പറ്റത്തില്ല എന്ന വാക്ക്. സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതാണോ യുവർ ഓണർ ഈ വ്യാഖ്യാനം? സാധ്യതയില്ല, പറ്റത്തില്ല എന്ന് പ്രോസിക്യൂഷന് പറഞ്ഞ കാര്യം കൂടുതൽ വിശദമായി പ്രതിഭാഗത്തിന്റെ വിസ്താരത്തിൽ സാക്ഷി ക്ലാരിറ്റിയോടെ വ്യക്തമാക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ ഇങ്ങനെയാണ്. പ്രതിഭാഗത്തിന്റെ വിസ്താരത്തിൽ ഫയൽ നെയിം താൻ പറഞ്ഞു കൊടുത്തിട്ടില്ല, അഡ്വക്കേറ്റ് ഫിലിപ്പ് അവിടെ ഇരുന്ന് അരപ്പേജ് എഴുതിയിട്ടുള്ളൂ തുടങ്ങിയ സാക്ഷിയുടെ മറുപടികൾ സാധ്യതയില്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞതിന്റെ തുടർച്ചയാണ്. പ്രതിഭാഗത്തിന്റെ വിസ്താരത്തിൽ സാക്ഷിമൊഴിയുടെ ക്ലാരിറ്റി എട്ടാം പ്രതിയുടെ വാദത്തെ കുത്തിപ്പിളർക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് ഫിലിപ്പ് സാർ ശബ്ദത്തിന് വേണ്ടിയാണ് എന്നോട് ചോദിച്ചതെന്ന് പ്രോസിക്യൂഷൻ ചോദ്യത്തോട് സാക്ഷി പ്രതികരിച്ചിരുന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. ഏതോ ഒരു വാക്ക് വ്യക്തമല്ലാത്തത് കൊണ്ട്, ആ വിഷ്വലിലെ ഏതോ ഒരു വാക്ക് വ്യക്തമല്ലാത്തത് കൊണ്ട് അഡ്വക്കേറ്റ് ഫിലിപ്പ് ഹെഡ്സെറ്റ് സാക്ഷിക്ക് കൈമാറുകയും സാക്ഷിയുടെ ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ സംഭവമാണ് താൻ ഉദ്ദേശിച്ചതെന്ന് പ്രതിഭാഗത്തിന്റെ വിസ്താരത്തിൽ സാക്ഷി സ്പഷ്ടമാക്കുകയും ചെയ്തു. പക്ഷെ അതിനെ കോടതി വിധിയിൽ എങ്ങനെയാണ് വക്രീകരിച്ചു വെച്ചിരിക്കുന്നത് നോക്കൂ. ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് ദ റീസൺ അസൈൻ ഫോർ ദിസ് വേർഷൻ, അതായത് സാധ്യതയില്ലെന്ന് പറഞ്ഞത് പറ്റത്തില്ലെന്നാക്കിയതിന് കാരണം കോടതി കാണുന്നത് ഇങ്ങനെയാണ്. ഈസ് ദാറ്റ് അഡ്വക്കേറ്റ് ഫിലിപ്പ് ആസ്ക്ഡ് ഫോർ ദ വീഡിയോ ഡ്യൂറിംഗ് ദ ഇൻസ്പെക്ഷൻ ബട്ട് ഹിസ് ഓൺ എവിഡൻസ് വിൽ കോൺട്രഡിക്ട് ദ സ്പെസിഫിക് ക്ലെയിം ദാറ്റ് അഡ്വക്കേറ്റ് ഫിലിപ്പ് ആസ്ക്ഡ് ഫോർ ദ വീഡിയോ ഓൺലി. അഡ്വക്കേറ്റ് ഫിലിപ്പ് തന്നോട് വീഡിയോ ചോദിച്ചുവെന്ന് സാക്ഷി മൊഴിയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഫിലിപ്പ് സാറ് ഹെഡ്സെറ്റ് വെച്ച് വിഷ്വൽസ് കണ്ടു എന്നാണ് മൊഴി. ഏതോ ഒരു ക്ലിപ്പിൽ ശബ്ദം ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നോടും ചോദിച്ചു എന്നാണ് മൊഴി. അതെങ്ങനെയാണ് വീഡിയോ ചോദിച്ചു എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ ഓഡിയോ മാത്രമേ ചോദിച്ചുള്ളൂ എന്ന് തിരുത്തി പറഞ്ഞു എന്നൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? എന്തിനാണ് ഇത് ചെയ്തത്? ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കേസ് കീഴ്മേൽ മറിയും. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ എക്സിബിറ്റ് 468 എന്ന തെളിവിനെയോ ആ തെളിവ് സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെ ഭാഗം സ്ഥാപിക്കാൻ അവർ ഹാജരാക്കിയ PW 228 എന്ന സാക്ഷിയെയോ ഖണ്ഡിക്കാൻ ഡിഫൻസിന് കഴിഞ്ഞില്ല. 2017 ഡിസംബർ 15 അങ്കമാലി കോടതി മുറിയിൽ വെച്ച് അഡ്വക്കേറ്റ് ഫിലിപ്പ് ആ ദൃശ്യങ്ങൾ കണ്ട് ആകെ എഴുതിയത് അരപ്പേജ് മാത്രമാണെന്ന് സാക്ഷി കൃത്യമായി മൊഴി പറഞ്ഞു. ആ വിഷ്വലുകളിലുള്ള ശബ്ദം മാത്രം ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ ലാബ് സൗകര്യമുണ്ടെങ്കിൽ തന്നെ 48 മണിക്കൂറിൽ കൂടുതൽ വേണമെന്ന് ഫോറൻസിക് വിദഗ്ധരുടെ റിപ്പോർട്ടുമുണ്ട്. ഇത്തരമൊരു റിപ്പോർട്ട് അങ്കമാലി കോടതിക്കുള്ളിൽ വെച്ച് എഴുതിയെടുത്തിരിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് തെളിയിക്കാൻ 2 സംഭവങ്ങൾ കൂടി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഈ ഡോക്യുമെന്റ് ആവശ്യപ്പെട്ട് 8ാം പ്രതി നൽകിയ CMB 49/2018, 50/2018 എന്നീ ഹർജികളിലും തങ്ങൾ വിഷ്വലുകൾ കണ്ടതേയുള്ളൂ, അത് സംബന്ധിച്ച റിപ്പോർട്ടുകളൊന്നും എഴുതിയെടുത്തിട്ടില്ലെന്ന് ഈ അഭിഭാഷകർ തന്നെ വാദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അനൂപിന്റെ ഫോണിലെ ഇമേജിൽ കണ്ട ഡോക്യുമെന്റ് തങ്ങളുടെ കൈവശമുണ്ടെന്ന വിവരം ഒരു കാലത്തും പുറത്തു വരില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഈ പ്രതികൾ. പക്ഷേ പൾസർ സുനി ചിത്രീകരിച്ച ദൃശ്യങ്ങൾ 8ാം പ്രതിയുടെ പക്കൽ നിന്ന് പിടിച്ചെടുക്കുന്നതിൽ പരാജയം നേരിട്ട പ്രോസിക്യൂഷന് അവിചാരിതമായി ആ വിഷ്വലുകൾ 8ാം പ്രതിയുടെ കൈവശമുണ്ടെന്ന് അസന്നിഗ്ധമായി തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവ് കിട്ടി. കേസുമായി തങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു രേഖയും ആ ഫോണുകളിൽ നിന്നും കിട്ടില്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് 8ാം പ്രതിയും കൂട്ടരും അവ ഹൈക്കോടതിയിൽ സറണ്ടർ ചെയ്തത്. പക്ഷെ അതിലൊരു ഫോണിൽ നിന്ന് പൾസർ സുനി ചിത്രീകരിച്ച വിഷ്വലുകൾ 8ാം പ്രതിയുടെ കൈവശമുണ്ടെന്ന് അസന്നിഗ്ധമായി തെളിയിക്കുന്ന രേഖ ലഭിച്ചു. ഓർത്തു നോക്കൂ, അന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ആ വിഷ്വലുകൾ കാണാൻ ഏകപക്ഷീയമായി അനുവദിച്ചില്ലായിരുന്നെങ്കിലോ? അന്ന് ആ കോടതിയിൽ കളിച്ച നാടകം മാത്രമാണ് ഈ തെളിവിനെതിരെ പ്രതിഭാഗത്തിനുള്ള ഏക പിടിവള്ളി. പക്ഷെ ആ പിടിവള്ളിയുടെ അടിവേര് അഡ്വക്കേറ്റ് പ്രസൂൺ ബെന്നി പ്രതിഭാഗത്തിന്റെ വിസ്താരത്തിലും പിഴുതെറിഞ്ഞു.
ഈ സാക്ഷിമൊഴി മാത്രം മതി എട്ടാം പ്രതിയെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടത്താൻ. അത് ഒഴിവാക്കണമെങ്കിൽ PW 228 എന്ന സാക്ഷിയുടെ മൊഴി തള്ളിക്കളഞ്ഞേ മതിയാകൂ. അതിനാണ് സാധ്യതയില്ല, പറ്റത്തില്ല എന്ന് 2 വാക്കുകളിൽ പിടിച്ച് അതിവിചിത്രമായ ഒരു അഭ്യാസം ഈ വിധിന്യായത്തിൽ നടത്തി ആ സാക്ഷിമൊഴിക്ക് ക്ലാരിറ്റി ഇല്ല എന്ന് കോടതി വിധിയെഴുതിയത്. സാധ്യതയില്ല, പറ്റത്തില്ല എന്നീ 2 വാക്കുകളിൽ മയിലെണ്ണ പുരട്ടി വളച്ചൊടിച്ചിരിക്കുന്ന ആ കാഴ്ചയുണ്ടല്ലോ, പരിഹാസ്യമായ ഒരു ന്യായാധിപ സാഹസത്തിന്റെ സർവകാല നാണക്കേടായി നീതിന്യായ ചരിത്രത്തിൽ എക്കാലവും ഉണ്ടാകും. 1714 പേജുള്ള വിധിന്യായത്തിന്റെ 253 പേജ് മുതൽ 1541 പേജ് വരെയാണ് എട്ടാം പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങളും തെളിവുകളും വിചാരണ കോടതി വിസ്തരിച്ച് പ്രതിപാദിച്ച് തള്ളിക്കളയുന്നത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ഓരോന്നും കോടതി സൂക്ഷ്മമായി പരിശോധിച്ച് തള്ളിക്കളഞ്ഞുവെന്നാണ് എട്ടാം പ്രതിയുടെ ആരാധകരും അനുകൂലികളും ആർപ്പ് വിളിക്കുന്നത്. ഒരു പ്രതിക്ക് വേണ്ടി മാത്രം നീക്കിവെച്ചത് 1288 പേജുകൾ. ആ 1288 പേജുകളെയും അപ്രസക്തമാക്കി കളയുന്നുണ്ട് അനൂപിന്റെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത ആ 4 ഇമേജുകൾ. തങ്ങളെ കുരുക്കാനുള്ള ഒരു തുരുമ്പ് പോലും കിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ ഫോണുകളിൽ ഒന്നിൽ അവശേഷിച്ച ആ 4 ഇമേജുകൾ. ദ ട്രൂത്ത് എന്ന സിനിമയിലെ സൂപ്പർ താര ഡയലോഗ് അച്ചട്ടാക്കിയ തെളിവുകൾ. എത്ര ഫുൾ പ്രൂഫായി ആസൂത്രണം ചെയ്താലും അത് ചെയ്തവർ തന്നെ ഒരു അടയാളം, ഒരു കാൽപ്പാട് ശ്രദ്ധിക്കാതെ വിട്ടുപോകും. അത് അവർക്ക് തന്നെ പിന്നീട് വിനയായി തീരുകയും ചെയ്യും. അതൊരു അജ്ഞാത രഹസ്യമാണ്, ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന രഹസ്യം. അങ്ങനെ ഒരു അടയാളം, ഒരു തെളിവ് ഈ കേസിലും തേച്ചു മായ്ക്കപ്പെടാതെ കിടപ്പുണ്ട്. അതുമാത്രം മതി പൊതുസമൂഹത്തിന് ഈ കേസിൽ അപ്പീലില്ലാത്ത വിധി എഴുതാൻ. യുവർ ഓണർ, നീതിബോധമുള്ള സകല മനുഷ്യരുടെയും മനസാക്ഷിയുടെ കോടതി നിസ്സംശയം വിധിച്ചു കഴിഞ്ഞു. ഈ കേസിൽ എട്ടാം പ്രതി കുറ്റക്കാരൻ തന്നെയാണ്. ന്യൂസ് ബുള്ളറ്റ് കേരള ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചാനലിനെ സാമ്പത്തികമായി നിലനിർത്താൻ തയ്യാറുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ NBK100@FBL എന്ന UPI വിലാസത്തിലേക്ക് നിങ്ങളുടെ സംഭാവനകൾ അയക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.